ഞാൻ കൃഷ്ണ ടീച്ചർ ഇപ്പോൾ ഒരു കഥ പറയുകയാണേ, കേട്ടോളൂ. പണ്ട് ഒരു കാട്ടിലെ ഒരു കുറുക്കനും ഒരു മാൻകുട്ടിയും ഉണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം കുറുക്കൻ മാൻകുട്ടിയോട് പറഞ്ഞു, നമുക്ക് ദൂരെയുള്ള ഒരു പാടത്തേക്ക് പോകാം. ആ പാടത്തിൽ കുറേ പുല്ലുകളൊക്കെ ഉണ്ട്, നിനക്ക് പുല്ല് തിന്നാം, ഞാൻ നിനക്ക് കാവലിരിക്കാം. കുറുക്കൻ്റെ വാക്ക് വിശ്വസിച്ച് പാവം മാൻകുട്ടി കുറുക്കൻ്റെ പിന്നാലെ പോയി. അങ്ങനെ അവർ പാടത്തെത്തി. മാൻകുട്ടി പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അവിടെ ഒരു വേടൻ വല വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വലയിൽ വീണു. വലയിൽ വീണപ്പോൾ മാൻകുട്ടി ഉറക്കെ കരഞ്ഞു, കുറുക്കച്ച എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ പറഞ്ഞ് കരഞ്ഞു. പക്ഷേ കുറുക്കൻ സഹായിച്ചില്ല. കുറുക്കൻ പറഞ്ഞു, നീ അവിടെ തന്നെ കിടന്നോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സഹായിക്കാതെ ഇരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വേടൻ വന്ന് മാൻകുട്ടിയെ എടുക്കാൻ നോക്കിയത്. മാൻകുട്ടി ഉടനെ ബുദ്ധി പ്രയോഗിച്ചു. എന്നിട്ട് മാൻകുട്ടി വേടനെ കണ്ടപ്പോൾ വലയിൽ അനങ്ങാതെ ചത്ത പോലെ കിടന്നു. അത് കണ്ടപ്പോൾ വേടൻ പറഞ്ഞു, ഓ, ഈ ചത്ത മാനിനൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് വല ഇങ്ങോട്ട് എടുത്തു. വല എടുത്തപ്പോൾ ആ തഞ്ചത്തിന് മാൻകുട്ടി ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ വേടന് ദേഷ്യം വന്നു. വേടൻ വലിയ ഒരു കല്ലെടുത്ത് മാൻകുട്ടിയെ എറിഞ്ഞു. പക്ഷേ ആ കല്ല് ചെന്ന് വീണത് കുറുക്കൻ്റെ തലയിലായിരുന്നു. കുറുക്കൻ്റെ തലയൊക്കെ പൊട്ടി വേദനിച്ച് കരഞ്ഞും കൊണ്ട് കുറുക്കൻ ഓടിപ്പോയി. മാൻകുട്ടി സുഖമായി രക്ഷപ്പെട്ടു. ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? കൂട്ടുകാരെ ചതിച്ചാൽ ആപത്ത് സംഭവിക്കും. ആരും സ്വന്തം കൂട്ടുകാരെ ചതിക്കാൻ പാടില്ല. ഈ കഥയിൽ മാൻകുട്ടിയെയാണോ കുറുക്കനെയാണോ ഇഷ്ടപ്പെട്ടത്? കുറുക്കൻ എന്താണ് ചെയ്തത്? മാൻകുട്ടി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എല്ലാവരും ഉത്തരം പറയണേ. സ്നേഹപൂർവ്വം കൃഷ്ണ ടീച്ചർ.